നിരന്തരമായിട്ട് വിത്തൗട്ട് എ ഗ്യാപ്പ് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വയലൻസ് നിറഞ്ഞിട്ടുള്ള കണ്ടൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻസ് ആണ് നമ്മൾ മെജോറിറ്റി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ ഒരു യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ നടക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഡെത്ത്, അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതൊക്കെയാണ് നിങ്ങൾ മെജോറിറ്റി ടൈമും സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങളെ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡോം സ്ക്രോളിംഗ് എന്ന് പറയാം. ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്ക്രോൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ന്യൂസ് കാണുന്ന ആളുകളൊക്കെ വിചാരിക്കുന്ന എന്താണ്, അവരെന്തോ വലിയ ഇൻഫർമേഷൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്തോ വലിയ വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ബട്ട് എക്സാക്ട്ലി ഇത് അവരെ മൈൻഡിനെ, അവരെ മെൻ്റൽ ഹെൽത്തിനെ മെല്ലെ 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 എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്, പല രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡൂം സ്ക്രോളിംഗ് നമ്മളെ മൈൻഡിനെ ബാധിക്കുന്നത്, ഇതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്.